അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിന്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് ശരി അടയാളം നൽകാം. അപ്പൊ താഴെ 5ഓളം ചോദ്യങ്ങളും 2 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പം ഏതാണോ അതിന് ശരിയായത് ആ ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്താനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി. അപ്പൊ ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി മാങ്ങ പോലെയാണ് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തത്. രണ്ടാമത്തതോ ഈത്തപ്പഴം പോലെയാണ്. അപ്പൊ ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി എന്തുപോലെയാണ്? ഈത്തപ്പഴം പോലെയാണ്. അപ്പൊ ഈത്തപ്പഴം പോലെയാണ് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ ഓതാത്ത കപടവിശ്വാസി. ഖുർആൻ ഓതാത്ത കപടവിശ്വാസി റൈഹാൻ പോലെയാണ് എന്നാണ് ആദ്യത്തത്. രണ്ടാമത്തതോ ആട്ടങ്ങ പോലെയാണ്. അപ്പം ആട്ടങ്ങ പോലെയാണ് എന്നുള്ളതാണ് ശരി. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത്, ഇദ്രീസ് അലൈഹിസ്സലാമിന് ഏടുകൾ. അപ്പൊ എത്ര ഏടുകളാണ്? 10. രണ്ടാമത്തെ ഓപ്ഷൻ 30. അപ്പൊ ഏതാണ് ശരി? 30 എന്നുള്ളതാണ്. അപ്പൊ ഇദ്രീസ് അലൈഹിസ്സലാമിന് ഏടുകൾ 30. അപ്പൊ 30 എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തെ ചോദ്യം, ആദം അലൈഹിസ്സലാമിന് ഏടുകൾ 10. രണ്ടാമത്തെ ഓപ്ഷൻ 50. അപ്പൊ ഏതാണ് ശരി? 10 എന്നുള്ളതാണ്. അപ്പം 10 എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അവസാനത്തെ ചോദ്യം, അഞ്ചാമത്തത്, യൂനാനി. അപ്പൊ യൂനാനി എന്നുള്ളതിനോട് ശരിയായിട്ടുള്ളത് ഏതാണ്? സിറിയക്ക്. സിറിയക്ക് എന്നുള്ളതാണോ അല്ലെങ്കിൽ ഗ്രീക്ക് എന്നുള്ളതാണോ? ഏതാണ്? ഗ്രീക്ക് എന്നുള്ളതാണ് ശരിയായത്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. പൂർത്തിയാക്കാം. അപ്പൊ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അതൊന്നും പൂർത്തിയാക്കിയിട്ടല്ല എഴുതിയത്. അപ്പൊ പൂർത്തിയാക്കിയിട്ട് എന്താക്കണം? ഉത്തരം എഴുതണം. അപ്പൊ ഒന്നാമത്തെ നോക്കാം. ഖുർആൻ നിയമാനുസൃതം മാത്രമേ പാരായണം ചെയ്യാവൂ. അപ്പൊ അവിടെ പൂർത്തിയാക്കിയിട്ട് എഴുതാനുള്ളത് എന്താണ്? പാരായണം ചെയ്യാവൂ എന്നുള്ളതാണ്. അപ്പൊ ഖുർആൻ നിയമാനുസൃതം മാത്രമേ പാരായണം ചെയ്യാവൂ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ അവതരണത്തോടു കൂടി മറ്റുള്ളവയെല്ലാം, ബാക്കി എന്താണ് വരിക? ദുർബലപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദുർബലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത്. ഖുർആൻ അവതരണത്തോടു കൂടി മറ്റുള്ളവയെല്ലാം ദുർബലപ്പെട്ടിരിക്കുന്നു. ഇനി മൂന്നാമത്തത്, ഇടതുഭാഗത്തുള്ള മലക്ക് തിന്മ, ബാക്കി എന്താണ്? രേഖപ്പെടുത്തുന്നു. അപ്പൊ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ പൂരിപ്പിച്ചിട്ട് എഴുതാനുള്ളത്. ഇനി നാലാമത്തത്, റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് അസുറായിൽ. അപ്പൊ അവിടെ അസുറായിൽ എന്ന് എഴുതി ചേർക്കുക. ഇനി അവസാനത്തെ അഞ്ചാമത്തെ ചോദ്യം, ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. മലക്കുകൾ ഇറങ്ങി വരും എന്നുള്ളതാണ് നമ്മൾ അവിടെ പൂർത്തിയാക്കിയിട്ട് എഴുതാനുള്ളത്. അപ്പോൾ കൂട്ടി വയ്ക്കുമ്പോൾ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും എന്ന് വരും. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. യോജിപ്പിക്കാം. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം അതിനോട് യോജിച്ചത് എന്ത് ചെയ്യണം? മൂന്നാമത്തെ ഭാഗത്തുണ്ട്. യോജിച്ചത് ഏതാണോ അത് ശരിയായത് എടുത്തിട്ട് ആ നടുവിൽ എഴുതാനുള്ള ഭാഗത്ത് എഴുതുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. മാലിക് അലൈഹിസ്സലാം. അപ്പൊ മാലിക് അലൈഹിസ്സലാം എന്നതിനോട് യോജിച്ചത് എവിടെയുണ്ട്? ആ മൂന്നാമത്തെ ഭാഗത്തുണ്ട്. ഏതൊക്കെയാണ് ആ മൂന്നാമത്തെ ഭാഗത്തുള്ളത്? ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജിബ്രീൽ അലൈഹിസ്സലാം, സ്വർഗം കാക്കൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഹിബ്രു, നരകം കാക്കൽ, മീകായിൽ അലൈഹിസ്സലാം. അപ്പം മാലിക് അലൈഹിസ്സലാം അതിനോട് യോജിച്ചത് എന്താണ്? നരകം കാക്കൽ എന്നുള്ളതാണ്. അപ്പൊ അവിടെ നരകം കാക്കൽ എന്ന് എടുത്തെഴുതുക. രണ്ടാമത്തെ ചോദ്യം, മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്. മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഏതാണ്? മീകായിൽ അലൈഹിസ്സലാമാണ്. അപ്പൊ അവിടെ മീകായിൽ അലൈഹിസ്സലാം എന്നെടുത്തെഴുതുക. മൂന്നാമത്തത്, നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കൽ. അപ്പൊ നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കൽ ആരാണ്?
ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെടുത്തെഴുതുക. ഇനി നാലാമത്തത് സൂറിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. അപ്പോൾ ഖിയാമത്ത് നാളിൽ സൂറിൽ ഊതും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ സൂറിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ആര്? ഇസ്റാഫീൽ അലൈഹിസ്സലാം. അപ്പൊ അവിടെ ഇസ്റാഫീൽ അലൈഹിസ്സലാം എന്ന് എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തെ ചോദ്യം റിബ്റാനി എന്നതിനോട് യോജിച്ചത് ഏതാണ്? ഹിബ്രു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഹിബ്രു എന്നുള്ളത് എടുത്തെഴുതുക. ഇനി അവസാനത്തത് റിളുവാൻ അലൈഹിസ്സലാം. അപ്പൊ റിളുവാൻ അലൈഹിസ്സലാമിനോട് യോജിച്ചതാണ് എന്ത്? സ്വർഗം കാക്കൽ. അപ്പൊ സ്വർഗം കാക്കുന്ന മലക്കാണ് ആര്? റിളുവാൻ അലൈഹിസ്സലാം. അപ്പൊ അവിടെ സ്വർഗം കാക്കൽ എന്ന് എടുത്തെഴുതുക. ഇനി നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 4 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഒന്നാമത്തത് നോക്കാം. അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കി എന്തിന്? അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കി എന്തിന്? അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനകളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കിയത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ ഓതുന്ന സത്യവിശ്വാസികളെ എന്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത്? അപ്പൊ അതിന്റെ ഉത്തരം മാതള നാരങ്ങയോടാണ്. അപ്പൊ ഖുർആൻ ഓതുന്ന സത്യവിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതള നാരങ്ങയോടാണ് ഉപമിച്ചത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഒരു രാത്രി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകാശം ചൊരിയുന്ന കുട പോലുള്ള വസ്തുവിനെ കണ്ടു ആര്? ഒരു ദിവസം രാത്രി ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശം ചൊരിയുന്ന കുട പോലുള്ള വസ്തുവിനെ കണ്ടു ആര് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഉസൈദ് ഇബ്നു ഹുളൈർ റളിയല്ലാഹു അൻഹു. ഉസൈദ് ഇബ്നു ഹുളൈർ റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകാശം ചൊരിക്കുന്ന ഒരു കുട പോലുള്ള വസ്തുവിനെ കണ്ടത്. നാലാമത്തെ ചോദ്യം, വീട്ടിൽ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണത് ഏത്? ഉത്തരം സ്ഥിരമായി വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യൽ. അപ്പൊ സ്ഥിരമായിട്ട് വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യൽ എന്നുള്ളതാണ് നാലാമത്തതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അഞ്ചാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. താഴെ കുറെ വാക്കുകൾ ക്രമം തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എന്താക്കണം? ക്രമത്തിലാക്കിയിട്ട് എഴുതണം. ഒന്ന് വായിച്ചു നോക്കാം. ഫ ഇന്നഹു ഷഫീഅൻ ഇഖ്റഉൽ ഖുർആന ലി അസ്ഹാബിഹി യൗമൽ ഖിയാമത്തി യഅതി. അപ്പൊ അത് ചേർത്ത് എഴുതുമ്പോൾ ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? ഇഖ്റഉൽ ഖുർആന ഫ ഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി എന്ന് വരും. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗമാണ്, ആറാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും, അതാണ് ആദ്യം എഴുതാനുള്ളത്, മുഴുവൻ കാര്യങ്ങളിലും നബിയെ. രണ്ടാമത്തെ എഴുതാനുള്ളത് സത്യമാക്കലാണ് സത്യവിശ്വാസം. അപ്പോൾ സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, അതാണ്. അപ്പൊ അത് പൂരിപ്പിച്ച് എഴുതിയത് വായിക്കുമ്പോൾ എങ്ങനെ വരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് സത്യവിശ്വാസം. രണ്ടാമത്തത്, പരിശുദ്ധ ഖുർആനിനെ നാം ബഹുമാനിക്കണം ശുദ്ധിയില്ലാത്ത സ്ഥലത്ത്. അപ്പൊ അവിടെ ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് എന്നുള്ളതാണ് എഴുതാനുള്ളത്. അത് വെക്കരുത്. ശുദ്ധിയില്ലാത്തവർ അത് തൊടുക പോലും ചെയ്യരുത്. അപ്പൊ രണ്ടാമത്തെ എഴുതാനുള്ളത് എന്താണ്? തൊടുക പോലും എന്നുള്ളതാണ്. അപ്പോൾ അത് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? പരിശുദ്ധ ഖുർആനിനെ നാം ബഹുമാനിക്കണം ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് അത് വെക്കരുത്, ശുദ്ധിയില്ലാത്തവർ അത് തൊടുക പോലും ചെയ്യരുത്. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.